ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇത് നമ്മുടെ 21ാമത്തെ പാർട്ടാണ്. അപ്പോൾ കമൻ്റ് ഇടാൻ മറക്കരുത് കേട്ടോ. നമുക്കെന്നാൽ സ്റ്റോറിയിലേക്ക് പോയാലോ? നിന്നെ വിട്ട് എനിക്ക് എവിടേക്ക് പോവേണ്ടതെത്താ? നിനക്കെന്നെ വേണ്ടെങ്കിലും എനിക്ക് തന്നെ വേണമല്ലോ. അവൾ അവനെ നോക്കി പറഞ്ഞതും ദത്തൻ കേൾക്കാത്ത ഭാവത്തിൽ കിടന്നു. എന്നാലും അവൻ ചുണ്ടിൽ ഒളിപ്പിച്ച ചിരി അവൾ മനസ്സിലാക്കിയിരുന്നു. ദത്ത, ഞാനൊരു ഉമ്മ തരട്ടെ? അത് പറഞ്ഞതും പറഞ്ഞ ഉമ്മ കൊടുക്കലും കഴിഞ്ഞിരുന്നു. ഇതിലാണെങ്കിൽ നീ എന്തിനാ എന്നോട് ചോദിച്ചേ? വേണ്ടെങ്കിൽ വേണ്ട, തിരികെ തന്നോ, അവൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു. അയ്യടാ, എന്താ ഉള്ള മനസ്സിലിരിപ്പ്? പ്ലീസ് ദത്ത, ഒരു ഉമ്മ, ഒരേ ഒരു ഉമ്മ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ഇല്ല, ഞാൻ നിനക്ക് എത്ര ഉമ്മ തന്നതാ? നീ ഒരു ഉമ്മ തന്നിട്ടില്ലല്ലോ, എനിക്ക് ദുഷ്ടൻ. അവൾ അവന്റെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് കിടന്നു. ദത്തൻ അവൾ ഉറങ്ങാനായി പതിയെ അവളുടെ പുറത്ത് തട്ടിക്കൊടുത്തു. ക്ഷീണം കാരണം അവൾ വേഗത്തിൽ തന്നെ ഉറങ്ങിപ്പോയി. ഞാൻ തരും കുഞ്ഞെ, ഒരു ഉമ്മയല്ല, 1000 ഉമ്മ. പക്ഷെ അതിനു മുമ്പ് ഞാൻ ആരാണെന്നും എന്താണെന്നും നീ അറിയണം. അതിനുശേഷം എനിക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഈ ദത്തൻ മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് നിന്നെ സ്വന്താക്കൂ. അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദത്തൻ എപ്പോഴും ഉറങ്ങിപ്പോയി. രാവിലെ വർണ്ണയാണ് ആദ്യം ഉറക്കമുണർന്നത്. ദത്തൻ നല്ല ഉറക്കത്തിലാണ് എന്ന് മനസ്സിലായതും അവന്റെ നെറുകയിലൊന്ന് തലോടിയ ശേഷം അവൾ ബെഡിൽ നിന്ന് എണീക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴേക്കും ദത്തൻ അവളെ തടഞ്ഞുകൊണ്ട് വീണ്ടും ബെഡിലേക്ക് തന്നെ കിടത്തി. ദത്തൻ കമിഴ്ന്നാണ് കിടക്കുന്നത്. അവൻ തന്റെ ഒരു കൈയും കാലും അവളുടെ മേൽ കയറ്റി വെച്ച് അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് കിടന്നു. ദത്ത, എനിക്ക് പോകണം. ആരെ കെട്ടിക്കാനാ നീ ഇപ്പൊ വെളുപ്പം കാലത്ത് പോണേ? സമയം 6 മണിയായിട്ടുള്ളോ? അപ്പൊ ഞാൻ പോവണ്ടേ? അവൾ തല അല്പം ചേരിച്ച് ദത്തനെ നോക്കി. വേണ്ട. ദത്തൻ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവളുടെ കഴുത്തിൽ മുഖം വെച്ച് കടന്നു. അവന്റെ ചുടുശ്വാസം കഴുത്തിൽ തട്ടിയതും വർണ്ണമൊന്ന് പകറി. എന്റെ മഹാദേവ, ഇങ്ങേരിതെന്തിട്ട കാണിക്കുന്ന, എനിക്ക് ആകെന്തോ പോലെ തോന്നുക. അവൾ ഇരു കണ്ണുകൾ ഇറക്കി അടച്ചു. എന്താടി? അവൻ അവളുടെ മുഖഭാവം കണ്ടു ചോദിച്ചു. ഒന്നുമില്ല. അത് കണ്ട് ദത്തന് ശരിക്കും ചിരി വന്നിരുന്നു. എന്റെ ശ്വാസം തട്ടുമ്പോഴേക്കും വെട്ടി വിറക്കുന്ന ഇവളാണ് 24 മണിക്കൂർ ഉമ്മ വേണമെന്ന് പറഞ്ഞു നടക്കണേ. ഇതിനെയും കൊണ്ട് ഞാൻ എങ്ങനെ എന്റെ ഫസ്റ്റ് നൈറ്റ് നടത്തുമോ എന്തോ. നീ എന്തെങ്കിലും പറഞ്ഞോ ദത്ത? അവൾ ചോദിച്ചു. ഒന്നുമില്ല, ഞാനൊരു ആത്മകഥം പറഞ്ഞതാ. ദത്തൻ കണ്ണുകൾ അടച്ചു കിടന്നു. 2 ദിവസം കഴിഞ്ഞ് ദത്തനെ വാർഡിലേക്ക് മാറ്റി. ഇപ്പൊ ദത്തനും അവന്റെ ഫുൾ ഗ്യാങ്ങും വാർഡിലാണ്. ദത്തൻ വന്നതോടുകൂടെ വാർഡും ഒരു ഉത്സവ പറമ്പായി. പാട്ടും കൂത്തുമായി മൊത്തത്തിൽ ഫുൾ അലമ്പായിരുന്നു. ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ പലതവണ വാൺ ചെയ്തെങ്കിലും അതൊക്കെ ആര് കേൾക്കാൻ. 2 ആഴ്ച വേഗത്തിൽ കടന്നുപോയി. ഓരോ ദിവസം കഴിയുന്തോറും ഓരോരുത്തരുമായി ഡിസ്ചാർജ് ആയി പോയിരുന്നു. ഇപ്പൊ ദത്തനും ജിത്തുവും മാത്രമാണ് വാർഡിലുള്ളൂ. ദത്തനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യും. രാവിലെ തന്നെ അന്ന് കണ്ട ദത്തന്റെ കുറച്ച് ബന്ധുക്കൾ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. അവരെ കണ്ടതും വർണ്ണയുടെ ഉള്ളിൽ ഭയം നിറഞ്ഞു വന്നു. ദത്തനെ കൊണ്ടുപോകാനാണ് അവർ വന്നിരിക്കുന്നതെന്ന് അവൾക്ക് അറിയായിരുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളും ദത്തന്റെ പപ്പ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും വേണ്ട ഫുഡും മരുന്നും പപ്പ തന്നെയാണ് എത്തിച്ചത്. പക്ഷേ ഒരിക്കൽ പോലും ദത്തനും പപ്പയും സംസാരിക്കോ എന്തിനും പരസ്പരം ഒന്നും നോക്കുപോലും ചെയ്തിരുന്നില്ല. ഇനി എന്റെ മോന് ഈ അന്യനാട്ടിൽ വന്ന് ഒറ്റയ്ക്ക് നിൽക്കണ്ട. നമുക്ക് നമ്മുടെ തറവാടിലേക്ക് തിരിച്ചു പോവാൻ ദേവാ. അവിടെ നിന്നെയും കാത്ത ഒരാൾ ഇരിക്കുന്നുണ്ട്, നമ്മുടെ പാറുമോള്. അവളോട് ദത്തൻ തിരികെ വരുമെന്ന് വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത് പോലും. അതൊക്കെ നിങ്ങൾ സ്വയം തീരുമാനിച്ചാൽ മതിയോ? എല്ലാ ബന്ധങ്ങളും ആ വീട്ടിൽ ഉപേക്ഷിച്ചിട്ടാണ് ദത്തൻ ഇവിടേക്ക് വന്നത്. ഇനി അവിടേക്ക് ഒരു മടക്കല്ല. എന്തൊക്കെയാ മോനെ നീ പറയണേ? നിന്റെ വാശി കളയേ. പഴയ കാര്യങ്ങളെല്ലാം മറക്ക്. മോൻ ചെയ്ത തെറ്റിന്റെ പേരിൽ ഞങ്ങൾ ഒരു വഴക്ക് പോലും ഇനി മോനോട് ചോദിക്കാനോ പറയാനോ വരില്ല. മോൻ ഞങ്ങളുടെ കൂടെ വരണം. തെറ്റോ? ഞാൻ എന്ത് തെറ്റാ ചെയ്തേ? എല്ലാവരും കൂടെ എന്നെ തെറ്റുകാരനാക്കിയതല്ലേ. പിന്നെ നിങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞ അവളില്ലേ, ആ പാർവതി, അവള് തന്നെയല്ലേ എന്നെ ചതിച്ചേ. ദത്തനൊന്നും മറന്നിട്ടില്ല, ഇനി മറക്കില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് 4-5 വർഷമായി. അതൊക്കെ മറന്നേക്കൂ. നിന്നെ തറവാട്ടിലേക്ക് തിരികെ വിളിക്കാനാണ് ഞങ്ങൾ വന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് തിരികെ പോവാം. ഞാൻ അവിടേക്ക് വരില്ല. വേണുമോളെ,
ദത്തൻ കിടക്കുന്ന ബെഡിനപ്പുറത്തായി മാറി നിൽക്കുന്ന വേണിയെ അവൻ അരികിലേക്ക് വിളിച്ചു. പോവാനുള്ള സാധനങ്ങളെല്ലാം എടുത്തു വെച്ചോ? എടുത്തു ദത്തേട്ടാ. അത് കേട്ടൻ ദത്തൻ ബെഡിന് താഴേക്ക് ഇറങ്ങി. വാ പോവാം. അത് പറഞ്ഞ ഒരു കയ്യിൽ അനുവിനെയും മറു കയ്യിൽ വർണ്ണയും പിടിച്ച് ദത്തൻ മുന്നോട്ട് നടന്നു. ദത്തന് പിന്നാലെ സാധനങ്ങളുമായി വേണിയും. സ്വന്തം ബന്ധുക്കളെ പോലെ ഉപേക്ഷിച്ചിട്ട് വല്ലവന്മാർക്കും ഒപ്പം നടക്കുന്നത് എന്തിനാണവോ? പിന്നിൽ നിന്ന് ഒരു സ്ത്രീ അലറിക്കൊണ്ട് പറഞ്ഞു. ദത്തനോടുള്ള മുഴുവൻ ദേഷ്യ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഇവർ എനിക്ക് വല്ലവരും അല്ല. പിന്നെ ബന്ധുക്കളുടെ കാര്യം നിങ്ങൾ പറഞ്ഞല്ലോ. ഇത്രയും കാലത്തെ എന്റെ ജീവിത അനുഭവത്തിൽ വെച്ച് എന്നെ ചതിക്കാതെ കൂടെ നിന്നിട്ടുള്ള രക്തബന്ധം പോലും ഇല്ലാത്ത വ്യക്തികളാണ്. ഇത്രയും ദേഷ്യപ്പെടാൻ ഇവര് നിന്റെ ആരകത്താ? എവിടെയോ കിടക്കുന്ന അഷ്ടിക്കും മുഷ്ടിക്കും വകയില്ലാത്തവര്. ഛേ! ആ സ്ത്രീ മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു. ദേ തള്ളേ, ഇനി നിങ്ങളുടെ വൃത്തികെട്ട നാവുകൊണ്ട് ഞങ്ങളെ വല്ലതും പറഞ്ഞാ നിങ്ങൾ ഈ വേണിയുടെ തനി സ്വഭാവം അറിയും. ഡി നിന്നെ ഞാൻ. അലറണ്ട. നിങ്ങള് ശബ്ദം ഉയർത്തിയാൽ ഞാൻ ഈ വേണിയും പേടിക്കില്ല. ഇത്രയും നേരം ഞാൻ മിണ്ടാതിരുന്നത് നിങ്ങൾ ദത്തന്റെ റിലേറ്റീവ് ആണെന്നതുകൊണ്ട് മാത്രാണ്. ഇതൊക്കെ ചോദിക്കാൻ നീ ആരടി? ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ നിനക്കെന്താ അനുവാദം? ഞാൻ നിങ്ങളുടെ കുടുംബകാര്യത്തിലൊന്നും ഇടപെട്ടിട്ടില്ല. പക്ഷെ ഞാൻ ദത്തന്റെ കാര്യത്തിൽ ഇടപെടും. കാരണം എന്റെ ഏട്ടനാണിത്. ഏട്ടനാ? ഏതു വകയ്ക്ക്? ഞങ്ങൾ ആരും അറിയാത്ത ദത്തന്റെ പെങ്ങളാ. ഇവന് ഒരു പെങ്ങളേ ഉള്ളൂ. അവൾ അവിടെ പാലക്കൽ തറവാട്ടിലുണ്ട്. ആ സ്ത്രീ പുച്ഛത്തോടെ പറഞ്ഞ വേണിക്ക് ഒരു മറുപടിയും കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇവർ രണ്ടുപേരും ദത്തന്റെ പെങ്ങളാണ്. അതുകൊണ്ട് എന്റെ കാര്യങ്ങളിൽ ഇവരിടപെടും. ഒരു പക്ഷെ എന്നിൽ നിങ്ങളെക്കാൾ അധികാരം ഇവർക്കുണ്ട്. ദത്തന്റെ ശബ്ദം ഉയർന്നു. എന്നാൽ മറ്റുള്ളവരുടെ എല്ലാവരുടെയും ശ്രദ്ധ വർണ്ണയിലായിരുന്നു. വർണ്ണ അവന്റെ ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയായിരുന്നു എല്ലാവരുടെ മുഖത്ത്. അത് മനസ്സിലാക്കിയ ദത്തൻ വർണ്ണയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. ഇത് വർണ്ണ ദേവദത്തൻ, എന്റെ ഭാര്യ. ദത്തന്റെ ജീവനും ജീവിതവും ഇവൾ മാത്ര. ഈ ലോകത്ത് എനിക്ക് സ്വന്തം എന്ന് പറയാൻ ചേർത്ത് പിടിക്കാനുള്ള ഒരേ ഒരാള്. മറ്റുള്ളവരെ പോലെ ഇവള് ചതിക്കില്ല. ദത്തൻ പറയുന്ന കേട്ട് എല്ലാവരും സ്തംഭിച്ചു നിന്നുപോയി. വർണ്ണ ദത്തന്റെ മുഖത്ത് നിന്നും കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കിയിരുന്നു. മോനെ ദേവ, നീ എന്തായി പറയണേ? ഭാര്യയോ? അപ്പൊ എന്റെ പാറുമോളോ? അവള് നിനക്ക് വേണ്ടിയല്ലേ ഇത്രയും കാലമൊക്കെ കാത്തിരുന്നേ? നിങ്ങളുടെ വിവാഹ നിശ്ചയൊക്കെ കഴിഞ്ഞല്ലേ? അത് 4 വർഷം മുന്നേ. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ അവളുടെ പേരെഴുതി എന്റെ പേരെല്ലാം മോതിരം നിങ്ങളെല്ലാവരും മുന്നിൽ വെച്ചല്ലേ ഞാൻ അവിടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞ്. പാലക്കൽ തറവാറിന്റെ പടി ഇറങ്ങിയ ആ നിമിഷം ആ പഴയ ദേവതത്വം മരിച്ചു. ഇന്നെന്നിൽ അവകാശം ഞാൻ താലി കെട്ടി ഇവൾക്ക് മാത്രമാണ് ഉള്ളത്. അത് ഞാൻ വേറെ ഒരുത്തിക്കും തീരെഴുതി കൊടുത്തിട്ടുമില്ല. അത് പറഞ്ഞ ദത്തൻ ദേഷ്യത്തിൽ പുറത്തേക്ക് പോയി. അവന് പിന്നാലെ വർണ്ണയും അനുവും വേണിയും. ഓട്ടോയിലാണ് അവർ തിരിച്ചു വീട്ടിലേക്ക് പോയത്. പോകുന്ന വഴി ദത്തനെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതി ഹോസ്പിറ്റലിൽ നടന്ന വഴക്കിനെ കുറിച്ച് അവനോടൊന്നും ചോദിച്ചില്ല. ഓട്ടോയിൽ നിന്നിറങ്ങിയ വർണ്ണ വേഗം ചെന്ന് ഡോർ തുറന്ന് ബെഡും മറ്റും തട്ടിക്കുടഞ്ഞു. ശേഷം പുതിയ ബെഡ്ഷീറ്റ് വിരിച്ചു. അപ്പോഴേക്കും ദത്തിനെയും കൊണ്ട് അനുവും വേണിയും അകത്തേക്ക് വന്നിരുന്നു. നിങ്ങളിങ്ങനെ താങ്ങി പിടിച്ചു കൊണ്ടുവരാൻ മാത്രമുള്ള അസുഖമൊന്നും എനിക്കില്ല. വേണിയെയും അനുവിന്റെയും മുഖഭാവം കണ്ട് ദത്തൻ ചിരിയോടെ പറഞ്ഞു. ഇതൊക്കെ പെങ്ങന്മാരുടെ കടമയാണ്. ഏട്ടാ സീരിയല് കണ്ടിട്ടില്ലേ? അനു പറഞ്ഞു. ഓ, തുടങ്ങി അവളുടെ ഒരു സീരിയല് പുരാണം. ഞാൻ പറയൂടി എന്റെ വായ, അതുകൊണ്ട് ഞാൻ ഇനിയും പറയും. അതിന് നിനക്കെന്താ? പക്ഷെ കേക്കുന്നത് ഞങ്ങളുടെ ചെവിയാ. നിനക്ക് കൊണ്ട് പറഞ്ഞാ പോരെ? വേണി, നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ. 2-3 ദിവസമായി ഞാൻ ശ്രദ്ധിക്കണു. ആണോ? നന്നായി പോയി. അപ്പോഴേക്കും വേണിയും അനുവും തമ്മിലുള്ള വഴക്ക് തുടങ്ങിയിരുന്നു. അത് കണ്ടതും ദത്തൻ തലയ്ക്ക് കൈ കൊടുത്തു ബെഡിൽ വന്നിരുന്നു. നിങ്ങൾക്ക് തല്ലുകൂടണേ പുറത്തു പോയി തല്ലുകൂടിക്കോ, എന്നെ ഒന്ന് സ്വസ്ഥായിട്ട് വിട്, അവൻ ദയനീയമായി പറഞ്ഞു. അനുവും വേണിയും വഴക്ക് നിർത്തി. ഉച്ചയ്ക്കുള്ള ഫുഡ് അമ്മ അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. വൈകുന്നേരത്തേക്കുള്ളത് ഞങ്ങൾ കൊണ്ടുവന്ന് തരാട്ടാ. കുറച്ച് ദിവസമായില്ലേ ഹോസ്പിറ്റലിൽ തന്നെ, അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവാ. അനുവും വേണി അവരോട് യാത്ര പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് നടന്നു. വർണ്ണ ഹോസ്പിറ്റലിൽ ദത്തന്റെ മുഷിഞ്ഞ ഡ്രസ്സുകളെല്ലാം ബക്കറ്റിലാക്കി അലക്കാനായി പുഴക്കടവിലേക്ക് നടന്നു. വർണ്ണ പോയതും ദത്തൻ ബെഡിലേക്ക് കണ്ണടച്ച് കിടന്നു. തലയിലെ മുറിവ് ഉണങ്ങി. പക്ഷെ ചെറിയൊരു കെട്ട് മാത്രമേ തലയിലുള്ളൂ.
കണ്ണടയ്ക്കും തോറും തറവാടും മുത്തശ്ശിയും അമ്മയെയും അവന്റെ മനസ്സിലേക്ക് കയറി വന്നു. അമ്മയൊന്ന് കാണാൻ, ആ മടിയിൽ കിടക്കാൻ, അമ്മയുടെ കൈകൊണ്ട് ഒരു ഉരുള ചോറ് കഴിക്കാൻ അവന്റെ മനസ്സ് വല്ലാതെ കൊതിച്ചിരുന്നു. സാധാരണ തറവാടിനടുത്തുള്ള അമ്പലത്തിൽ വെച്ച് മാസത്തിലൊരിക്കലെങ്കിലും അമ്മയെ ചെന്ന് കാണാറുണ്ട്. ആരും അറിയാതെയാണ് പോകാറുള്ളത്. തനിക്ക് വേണ്ടി കാത്തിരിക്കാൻ കുറച്ചു കാലം മുമ്പ് വരെ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ വർണ്ണയും. പഴയ കാര്യങ്ങളെല്ലാം മനസ്സിലേക്ക് തെളിഞ്ഞു വന്നതും ദത്തന്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുങ്ങി. അവൻ കണ്ണുകൾ അടച്ചു കടന്നെപ്പോഴും ഉറങ്ങിപ്പോയി. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനായി വർണ്ണ വിളിച്ചപ്പോഴാണ് ദത്തം ഉറക്കം ഉണർന്നത്. ദത്ത, എനിക്ക് ഭക്ഷണം കഴിക്കണ്ടേ? എന്നിട്ട് മരുന്ന് കഴിക്കണം. വർണ്ണ ഒരു പ്ലേറ്റിൽ ഭക്ഷണവുമായി വന്ന് അവന്റെ അരികിലിരുന്നു. ദത്തൻ പ്ലേറ്റ് വാങ്ങാനായി കൈ നീട്ടിയതും വർണ്ണ പ്ലേറ്റ് നീക്കി പിടിച്ചു. അത് കണ്ട് അവൻ സംശയത്തോടെ അവളെ നോക്കി. നിനക്ക് വയ്യാത്തല്ലേ, ഞാൻ വാരിത്തരാം. അതൊന്നും വേണ്ട, ഞാൻ തന്നെ കഴിച്ചോളാം. പറ്റില്ല, വർണ്ണ വാശിയോടെ പറഞ്ഞു. ചോറ് ഉരുളയാക്കി അവന് നേരെ നീട്ടി. നീ ഇത് കഴിച്ചില്ലെങ്കിൽ എല്ലാ കല്യാണത്തിന് ശ്രീധനായിട്ട് കാറ് മാത്രല്ല ഒരു ഫ്ലാറ്റ് കൂടെ വാങ്ങി തരേണ്ടി വരും. നീ എന്ത് സാധനാടി, വയ്യാണ്ട് കിടക്കുന്ന ആളോട് ശ്രീധനത്തിന്റെ പേര് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തണ? വർണ്ണ എന്നാ സുമ്മാവാ, വേഗം കഴിച്ചോ, അല്ലെങ്കിൽ ശ്രീധനത്തിന്റെ ലിസ്റ്റ് ഇനിയും കൂടി വരും. അവൾ പറയുന്നത് കേട്ട് ദത്തൻ ചിരിയോടെ വാ തുറന്ന് ഭക്ഷണം കഴിച്ചു. അവന് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ വർണ്ണയും കഴിച്ചിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ദത്തന് മരുന്നും കൊടുത്ത് വർണ്ണ പ്ലേറ്റുമായി നേരെ അടുക്കളയിലേക്ക് പോയി. പാത്രം എല്ലാം കഴുകി വെച്ച് വാതിലടച്ച് വർണ്ണ റൂമിലേക്ക് വരുമ്പോൾ ദത്തൻ മുഖത്തിന് കുറുകെ കൈവച്ച് ബെഡിൽ കിടക്കുകയായിരുന്നു. വർണ്ണ പതിയെ വന്ന് അവന്റെ തല അല്പം ഉയർത്തി തലയണ എടുത്തു മാറ്റി. ശേഷം അവൾ ബെഡിലിരുന്ന് തല അവളുടെ മടിയിലേക്ക് കയറ്റി വെച്ചു. ദത്തൻ വഴക്ക് പറയുന്ന പ്രതീക്ഷയെങ്കിലും അവനൊന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല, തിരിഞ്ഞു കിടന്ന് ഇരു കൈകൾ കൊണ്ട് അവളുടെ ഇടുപ്പിലൂടെ ചേർത്ത് വയറിലേക്ക് മുഖം ചേർത്ത് കിടന്നു. വർണ്ണ ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നീട് പുഞ്ചിരിയോടെ അവന്റെ നെറുകയിൽ തലോടിക്കൊണ്ടിരുന്നു. ദത്ത, ദത്ത, എന്താടി? നീ അവരോട് പറഞ്ഞ ആത്മാർത്ഥമായിട്ടാണോ? ആരോട് എന്തു പറഞ്ഞു എന്ന്? ദത്തൻ തല ഉയർത്തി വർണ്ണയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. നീ നിന്റെ ബന്ധുക്കളോട് പറഞ്ഞില്ലേ ഞാൻ നിന്റെ ഭാര്യയാണെന്നും നിന്നിൽ അവകാശം എനിക്ക് മാത്രമാണെന്നും? അത് ശരിക്കും പറഞ്ഞാണോ? അപ്പോൾ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നല്ലൊരു പാർട്ടായിട്ട് നാളെ കാണാം. ബൈ, താങ്ക് യു.